إن الذين يلحدون في آياتنا لا يخفون علينا أفمن يلقى في النار خير أم من يأتي آمنا يوم القيامة اعملوا ما شئتم إنه بما تعملون بصير إن الذين كفروا بالذكر لما جاءهم وإنه لكتاب عزيز. ബഹുമാന്യ സഹോദരങ്ങളെ, അങ്ങേയറ്റം ഗൗരവമായ വിഷയങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടത്. ആദ്യമായി നാം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിയലാണ്. വലിയ പഠനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇതൊരു ഗൗരവമായ വിഷയമാണ് എന്ന ഒരു അവബോധമെങ്കിലും നമ്മളിലുണ്ടായാൽ ഈ സംഘാടകരായ സഹോദരങ്ങളുടെ പരിശ്രമം വിജയത്തിനായി അള്ളാഹു നമുക്ക് അത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടത് 4 രീതിയിലാണ്. ഒന്ന്, സമുദായം ഈ വിഷയത്തെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തന്നെ. 2 കാര്യങ്ങളിൽ സമുദായ ശ്രദ്ധയുണ്ട്. ഒന്ന്, നമ്മളുടെ ദീനിന്റെ ഉള്ളിലുള്ള തർക്ക വിതർക്കങ്ങളിൽ ഞാൻ തുറന്ന് സംസാരിക്കുകയാണ്. സുന്നി മുജാഹിദ് തർക്കം ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആവശ്യത്തിന്റെ അപ്പുറം ആരോഗ്യവും സമ്പത്തും സമയവും അറിവും ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടു. നാദാപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഖണ്ഡന പ്രഭാഷണം ഓരോ വിഷയത്തിൽ ഇന്നും എത്തിപ്പിടിയും എത്താതെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്താനാണ്? 2, നിഷേധികളായ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതകളെ നേരിടൽ. ഇതിനും സമുദായം ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല. 1 ഓവർ ശ്രദ്ധ, ഈ 2 ശ്രദ്ധയുണ്ട് പക്ഷെ വേണ്ടതുപോലെയില്ല. പക്ഷെ ഇതിനേക്കാളെല്ലാം അതീവ ഗുരുതരമായ ഈ വിഷയത്തെപ്പറ്റി ഒരു ശ്രദ്ധയും സമുദായത്തിനില്ല എന്നുള്ളത് നാം എല്ലാവരുടെയും അനുഭവ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ഇതൊരു ഗൗരവമായ വിഷയമാണെന്ന് തിരിച്ചറിവുണ്ടാക്കുക. നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. നമുക്ക് മേൽ പറയപ്പെട്ട 2 കാര്യങ്ങളെ പറ്റിയുള്ള അറിവിന്റെ ഒരംശമെങ്കിലും ഈ പറയപ്പെട്ട വിഷയത്തെപ്പറ്റി ഉണ്ടോ എന്ന് ചിന്തിക്കുക. രണ്ടാമതായി നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായ നിലയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈമാനുള്ള കണ്ണുണ്ടാകണമെന്ന് മാത്രം. ആ കണ്ണ് നമ്മൾ തുറന്നാൽ മിക്കവാറും എന്റെയും നിങ്ങളുടെയും വീടിന്റെ മുറ്റത്ത് ഈ ഫിത്ന കൊഴുത്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്റെ ജ്യേഷ്ഠ സഹോദരൻ, എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ കടയിൽ ഇവരുടെ ഒരു മാസിക കാണുകയുണ്ടായി. എന്താ ഇത്? അത് അയാൾ പറഞ്ഞൊരു മാസിക ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. ഞാനും ഇട്ടോളാൻ പറഞ്ഞു. 20 വർഷമായി ആ മാസിക കൃത്യമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇതുപോലെ ഇവർ ഗുരുതരമായ പ്രശ്നമുള്ള ആളുകളാണ്. ആണോ? അതിനുശേഷം ജ്യേഷ്ഠൻ കണ്ടപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, നീ എന്തായി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഖാദിയാനി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ പേരാണ്.
അവരും നമ്മളും തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ നിസ്സാരവൽക്കരിച്ച് പറയുകയുണ്ടായി. 2, ഞാനുമായി ചെറുപ്പം മുതൽ ബന്ധമുള്ള, ഞങ്ങളുടെ മദ്രസയിൽ 5 നേരം നമസ്കരിക്കാൻ വരുന്ന, ദീനിന്റെ പരിശ്രമവുമായി ബന്ധമുള്ള ഒരു സഹോദരൻ എന്നോടൊരു പുസ്തകം തരികയുണ്ടായി, ഒന്ന് എഡിറ്റ് ചെയ്താൽ കൊള്ളാമെന്ന്. പുസ്തക വായന എനിക്ക് വല്ലാത്ത സ്പീഡിലാണ് വായന. പടച്ചവന്റെ എന്തോ തൗഫീഖ് കൊണ്ട് കണ്ണവിടെ ഇവിടെ കുടുങ്ങുകയുണ്ടായി. അതിൽ അദ്ദേഹം സമർത്ഥിച്ചിരിക്കുന്നൊരു സമർത്ഥനം തഅലീമിന്റെ കിതാബിൽ വന്നിരിക്കുന്നു. നമസ്കാരത്തിന്റെ വിഷയത്തിൽ സഹാബാക്കൾക്കിടയിൽ, ഫുഖഹാക്കൾക്കിടയിൽ ആയിരക്കണക്കിന് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ളൊരു അഭിപ്രായ വ്യത്യാസമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചോ ജീവിക്കുന്നോ, ഇനി ഇറങ്ങി വരുമോ ഇല്ലയോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം. ഞാൻ പിറ്റേന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇതുപോലെ ഇത് ഗുരുതരമായൊരു പ്രശ്നമാണല്ലോ, താങ്കൾക്കിത് പണ്ഡിതന്മാരാരെങ്കിലുമായി ചർച്ച ചെയ്തുകൂടെ? നമ്മളിൽപ്പെട്ട ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഉസ്താദ് പോയി പണി നോക്കും, എനിക്ക് അവരോട് ഇരിക്കാനൊന്നും വയ്യ. എന്നിട്ട് അദ്ദേഹം ബാഗിൽ നിന്നും ഒരു കൊട്ട പേപ്പറുകൾ എടുക്കുകയുണ്ടായി. ഇന്റർനെറ്റിൽ നിന്നും അദ്ദേഹം എടുത്ത പേപ്പറുകളാണ്. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷാണ്, എനിക്കത്ര അറിയില്ല. ഇവിടെ റമദാൻ മാസത്തിൽ മുഴുവനും എൻ്റെ ഒരു സുഹൃത്ത്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ്, ഇംഗ്ലീഷ് അറിയാവുന്ന വ്യക്തി, അദ്ദേഹം പ്രഭാഷണം നടത്തുന്നുണ്ട്. മൂപ്പര കൂട്ടത്തിൽ നിങ്ങൾക്കൊന്ന് ഇരുന്നൂടെ? ഉസ്താദിന് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയും. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പിന്നെ വേറെ ആരിലേക്ക് നിങ്ങൾ വിടുകയും വേണ്ട. എൻ്റെ സഹോദര, ഇത് നമ്മളുടെ ഇടയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സഹോദരൻ കുറിപ്പ് തരികയുണ്ടായി. മുഹമ്മദ് നബിയുടെ വിശുദ്ധ ജീവിതം എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഇവർ ആരംഭിച്ചിരിക്കുന്നു. അള്ളാഹ്, മുഹമ്മദ് എന്നീ 2 പേരുകളുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റിലെ മുഴുവൻ ഭാഗങ്ങളും അസത്യത്തിന്റെ വക്താക്കൾ കൈയടക്കി കളഞ്ഞു. സൗദി ഗവൺമെന്റ് പ്രത്യേക പണ്ഡിത സഭയെ അവർ നിശ്ചയിക്കുകയുണ്ടായി. അവരെന്നിട്ട് അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇസ്ലാം, മുസ്ലിം, മുഹമ്മദ്, അള്ളാഹ് എന്നീ പേരുകൾ നമുക്ക് ഉപയോഗിക്കാനേ പറ്റുന്നില്ല. അത് മുഴുവനും ഇവർ കൈയടക്കി ഓരോ അവർ കാര്യങ്ങൾ അതിൽ കൂടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ മിക്കവാറും നമ്മളുടെ കുഞ്ഞുങ്ങൾ അതിൽ കാണും. അവിടെ മുസ്ലിം പേരുകൾ അവർ എടുത്ത് അവരുടെ വാട്സപ്പ് നമ്പറുകൾ സ്വീകരിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈ വിഷം അവരിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട 2ാമത്തെ ഗുരുതരമായ ഭാഗമാണ്. 3ാമത്തെ പ്രധാനപ്പെട്ട വിഷയം, സഹോദരങ്ങളെ, അസത്യം 2 രീതിയിലുണ്ട്. 1, അസത്യമാണെന്ന് നമുക്കറിയാം. 2, പടച്ചവന്റെ എന്തോ കുതിരത്ത് കൊണ്ട്, മഹാന്മാരുടെ വലിയ ത്യാഗം കൊണ്ട് അത് അധികമൊന്നും മുമ്പോട്ട് വരാതെ അല്ലാഹു തആല അതിനെ തൂത്തു മാറ്റുകയുണ്ടായി. പക്ഷെ ഇവിടെ പറയപ്പെട്ട വിഷയങ്ങൾ ഇത് പണ്ട് മുതലേ ആരംഭിക്കുകയും വൈജ്ഞാനിക രൂപം പുറത്ത് കാണിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഫിത്തനകളാണ്, പ്രശ്നങ്ങളാണ്. ഷിയായിസം പണ്ട് മുതലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഗൂഢാലോചനയുടെ ഫണം വിടർത്തിയുള്ള അഴിഞ്ഞാട്ടമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖാദിയാനിയത്ത് നമ്മുടെ നാട്ടിൽ അടുത്ത കാലഘട്ടത്തിൽ തുടങ്ങിയതാണെങ്കിലും അതിന്റെ ബന്ധം മുസൈലമത്തുൽ കദ്ദാബുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുപോലെ ഹദീസ് നിഷേധം ഇത് പണ്ട് മുതലേ ആരംഭിച്ചു. അതിന് ഈ അവസാന നൂറ്റാണ്ടിൽ പാശ്ചാത്യന് വളം കൊടുത്ത് ഒരു വൈജ്ഞാനിക ശൈലിയിലാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് അവതരിപ്പിക്കുന്നത്. ഉസ്താദന്മാരുടെ സംസാരത്തിൽ ശ്രദ്ധിച്ചു കാണും, അവരെല്ലാം ആയത്തും ഹദീസുകളുമാണ് പറയുന്നത്. ഈ പ്രശ്നത്തിന്റെ ഗുരുതരമായ 4ാമത്തെ ഭാഗം, സഹോദരങ്ങളെ, ഈ 3 ഫിത്നകൾക്ക് ഖുർആനിക ഭാഷയിൽ ഇൽഹാദ് എന്നാണ് പറയുന്നത്. ഫിഖ്ഹിന്റെ പരിപ്രേക്ഷ്യത്തിൽ സന്ദിഖത്ത് എന്നാണ് പറയുന്നത്. എന്താണ് ഇൽഹാദ്? ദീനിന് വിരുദ്ധമായൊരു കാര്യം ഖുർആനും ഹദീസും ഉപയോഗിച്ചുകൊണ്ട് സമർത്ഥിക്കൽ. ഇത് വലിയ പ്രശ്നമാണിത്. കൊല്ലം പട്ടണത്തിൽ ഒരു കടയുടെ മുകളിൽ എഴുതിയിരിക്കുന്നു പന്നി ഇറച്ചി, അതിവിടെ കിട്ടും.
ആ കടയിലേക്ക് മുസ്ലിമീങ്ങൾ പോകാൻ സാധ്യതയില്ല. പക്ഷേ തൊട്ടടുത്തൊരു കടയിൽ ആട്ടിറച്ചി എന്ന് പറഞ്ഞ് എഴുതപ്പെട്ടിരിക്കുന്നു, വിൽക്കുന്നത് പന്നിയിറച്ചിയാണ്. സുബഹി നമസ്കരിച്ച വ്യക്തി, തഹജ്ജുദ് നമസ്കരിച്ച് ദുആ ചെയ്യുന്ന അല്ലാഹുവിന്റെ ദാസൻ നേരെ ആ കടയിലേക്ക് പോകാനും ഇറച്ചി മേടിക്കാനും ആട്ടിറച്ചി എന്ന് പറഞ്ഞ് തിന്നാനും സാധ്യതയുണ്ട്. നോക്കിയ മുഹമ്മദ് നബിയുടെ വിശുദ്ധ ജീവിതം, പരിശുദ്ധ ഖുർആൻ, പള്ളികളുടെ മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുസ്ലിമീങ്ങളുടെ മുഴുവൻ പള്ളികളുടെ മുമ്പിലും സുന്നിപ്പള്ളി, മുജാഹിദ് പള്ളി, തബ്ലീഗ് പള്ളി, ജമാഅത്ത് പള്ളി, ഇവന്മാരുടെ മാത്രം മസ്ജിദിന് മുമ്പിൽ മുസ്ലിം പള്ളി. സഹോദരങ്ങളെ, ഇതാണ് ഈ പ്രശ്നത്തിന്റെ ഗുരുതരമായ വശം നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനെന്റെ വിഷയം പെട്ടെന്ന് ചുരുക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം, ഇതിനു മുന്നിൽ നാം എന്ത് ചെയ്യണം? നമുക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ? കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്യാൻ പറ്റുകയും ചെയ്യും. ചെയ്തില്ലെങ്കിൽ കാര്യം വലിയ ഗുരുതരമാകും. ആ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചുരുക്കി എഴുതിയത് അതുപോലെ വായിക്കുകയാണ്. 3 രീതിയിൽ നാം എല്ലാവരും പരിശ്രമിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യും. ഒന്നാമത്തെ പരിശ്രമം, സംഹാരാത്മക പരിശ്രമം. ഈ നാശങ്ങളെ വേരോടെ പിഴുതെറിയണം. അതിനുവേണ്ടിയുള്ള ശക്തമായ സമീപനമാണ്. പക്ഷേ ഇതിൽ അങ്ങേയറ്റം സൂക്ഷ്മത ആവശ്യമാണ്. ഇതിന്റെ മുമ്പിൽ നിൽക്കേണ്ടത് ബഹുമാനപ്പെട്ട ഉലമാക്കളാണ്. അവർ നിന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൈകാര്യം ചെയ്യും, കുളമാവുകയും ചെയ്യും. അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സാധാരണയ്ക്ക് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ആരംഭം വ്യക്തമായ ദഅവത്തോടു കൂടിയായിരുന്നു. ആ വാചകം കേൾക്കുന്ന ആളുകളെ നെഞ്ചുകൾ ഇളകും. ദീനിന് വിരുദ്ധമാണ്, കുഫറാണ്, മര്യാദയ്ക്ക് തൗബ ചെയ്തുകൊള്ളേ. ഇത് ആലിമീങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ, അവരാണ് പറയേണ്ടത്. അതുകൊണ്ട് ഉലമാക്കൾ ഇതിൽ മുന്നോട്ട് വരണം. ഇവരുടെ ഓരോ പ്രശ്നങ്ങളെയും എടുത്ത് വായടപ്പൻ മറുപടിയും പറയണം, അതുപോലെ വിശദമായ വസ്തുനിഷ്ഠമായ മറുപടിയും പറയണം. ഇൽസാമി ജവാബ്, തഫ്സീലി ജവാബ്. മദ്രസകളുടെ ആവശ്യത്തിനുണ്ടല്ലോ. ആ മദ്രസകളിൽ ഇതിനുവേണ്ടി പ്രത്യേക ശാഖകൾ രൂപീകരിക്കണം, ശുഅബകൾ രൂപീകരിക്കണം, ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കണം, പ്രത്യേക പൈസ അതിനുവേണ്ടി മാറ്റിവെക്കണം. അതെവിടെ നിന്നും അടുത്ത് തന്നെ പറയും. ദാറുലും ദൈവത്തിനുണ്ട്, ശുഅബെ തബ്ലീഗുണ്ട്. മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ശുദ്ധി സംഘടനയുടെ ആൾക്കാർ അവർ പ്രശ്നവുമായി ഇറങ്ങിയപ്പോൾ മദ്രസയ്ക്ക് അവധി കൊടുക്കുകയും ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളുമായി കറങ്ങി നടന്ന് ആളുകൾക്കിടയിൽ ദഅവത്തിന്റെ പരിശ്രമം നടത്താൻ അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു. അതാണ് പിൽക്കാലഘട്ടത്തിൽ തബ്ലീഗിന്റെ പ്രവർത്തനമായി ഉരുത്തിരിഞ്ഞത്. അതുകൊണ്ട് ഓരോ മദ്രസകളിലും ഒരു ശുഅബ വേണം. ഈ വിഷയങ്ങളെ പറ്റിയുള്ള പഠനം, ആർക്കെങ്കിലും സംശയം വന്നാൽ ഇതുമായി ബന്ധപ്പെടാൻ സാധിക്കണം. അവിടെ ആവശ്യത്തിനുള്ള ലഘുലേഖകൾ തയ്യാറാക്കി വെക്കണം. വളരെ ചെറിയ ലഘുലേഖകളുണ്ട്, അത് തയ്യാറാക്കി വെക്കണം. ഇത്തരം പ്രഭാഷണങ്ങൾ അവിടെ ശേഖരിച്ചു വെക്കണം. അവിടെ സമർത്ഥന്മാരായ ആലിമീങ്ങൾ വേണം. കുറഞ്ഞ പക്ഷം ആ സെന്ററിന് സമർത്ഥരായ ആലിമീങ്ങളുമായി ബന്ധം വേണം. ഈ രീതിയിൽ പരിശ്രമങ്ങൾ നടത്തേണ്ടതാണ്. ഇത് ഈ വിഷയത്തിൽ ഉലമാക്കൾ ചെയ്യേണ്ടത്. 2, പൊതുജനങ്ങളായ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പ്രവർത്തനത്തെ പിന്തുണയ്ക്കണം. അള്ളാഹു നൽകിയ സമ്പത്ത് ഇതിനു വേണ്ടി ചെലവഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. ഞാൻ തുറന്നു പറയുകയാണ്, മുഴുവൻ മദ്രസകൾക്ക് സാമ്പത്തിക ഞെരുക്കമാണ്. എന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ കൊടുക്കും. അത് ഉസ്താദുമാർ ശമ്പളത്തിന് ബുദ്ധിമുട്ടുന്നു, പാവത്തങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കും. അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കും. പക്ഷേ ഈ പൈസ ഖത്മുൻ നുബുവത്തിന്റെ സംരക്ഷണത്തിന്റെ ശാഖയിൽ ചെലവഴിക്കണം. ഈ പൈസ സഹാബത്തിന്റെ നാമൂസ് സംരക്ഷിക്കാൻ ചെലവഴിക്കപ്പെടണം. ഈ പൈസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യ ഹദീസിന്റെ മഹത്വം സമർത്ഥിക്കാൻ ചെലവഴിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം, സമ്പത്ത് കൊടുക്കണം. അതുപോലെ ഈ പരിശ്രമങ്ങളെ പിന്തുണയ്ക്കണം. പലപ്പോഴും പ്രത്യേകിച്ച് ഞാൻ തുറന്നു പറയുകയാണ്, ഇവിടെ ബഹുമാനപ്പെട്ട അൽ-കൗസർ ഉലമാ കൗൺസിൽ ഈ വിഷയത്തിലേക്ക് വരികയുണ്ടായി. എനിക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ബന്ധപ്പെട്ടവരോട് പറയണം. ബന്ധപ്പെട്ട ആളുകളുണ്ട്, പ്രസിഡന്റിനോട്, സെക്രട്ടറിയോട്, അതുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയണം.
പക്ഷേ അള്ളാഹുവിനെ ഓർത്ത്, സമുദായത്തിന്റെ നന്മയോർത്ത് നമ്മൾ നമ്മളുടെ പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ് ഈ പ്രവർത്തനത്തെ കുറ്റപ്പെടുത്തരുത്. ഞാൻ തുറന്നു പറയുകയാണ്, ഈ പരിപാടിക്ക് 4 സമീപനത്തിന് സാധ്യതയുണ്ട്. ഒന്ന്, അൽ കൗസർ ഉലമാ കൗൺസിൽ കൊള്ളാം, അവരുടെ ഈ പ്രവർത്തനവും കൊള്ളാം, അള്ളാഹു നമ്മളെ ആ ഗണത്തിൽപ്പെടുത്തുമാറാകട്ടെ. 2, അൽ കൗസർ ഉലമാ കൗൺസിൽ കൊള്ളില്ല, പക്ഷെ അവരുടെ ഈ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അള്ളാഹുവിന് കുറെ ദാസന്മാർ ചെയ്യുന്നു. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ ഈ ഗണത്തിലെങ്കിലും പെടുത്തുമാറാകട്ടെ. നമുക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. 3ലും 4ലും പെടാൻ പാടില്ല. നല്ല സംഘടനയാണ് അൽ കൗസർ, പക്ഷെ വേണ്ടാത്ത കുടുക്കിൽ പോയി കൈയിട്ടിരിക്കുന്നല്ലോ, അത് ശരിയായില്ല. സഹോദരങ്ങൾ, ഈ വാചകം പറയരുത്. 4, ഒന്നിനും കൊള്ളാത്തതാണ് അൽ കൗസർ, അവർ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടത് ശരിയായില്ല, ഇതും അപകടമാണ്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കും. നമ്മുടെ നാടിൻ്റെ അടുത്ത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഫിത്നയ്ക്കിടയിൽ അള്ളാഹുവിന്റെ ഒരു ദാസന് ആരും എടുത്തു ചാടുകയുണ്ടായി. അവിടെ കുറച്ച് പ്രശ്നങ്ങൾ അതിന്റെ പേരിൽ വന്നു. ആ പള്ളിയിൽ പോയ സമയത്ത്, ആ പള്ളിയിൽ വിനീതൻ കുറച്ച് സേവനം ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ ഒരു വ്യക്തിയെ അറിയാം, അതിലെ കമ്മിറ്റി അംഗങ്ങളിൽ ഞങ്ങളോട് വലിയ എതിർപ്പുള്ള വ്യക്തിയാണ്. പക്ഷെ ഒരു വാചകം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് നെഞ്ച് തടയുകയുണ്ടായി. ഉസ്താദ് ഭയങ്കര ചാട്ടമൊക്കെ ചാടിയതാണ്. അതിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നബിതങ്ങളുടെ കാര്യമല്ലേ, ഞാൻ പിന്തുണയ്ക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ നബിതങ്ങളുടെ ശഫാഅത്ത് നിങ്ങൾക്ക് കിട്ടും, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ രീതിയിൽ ഈ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കണം. അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് ലഘുലേഖകൾ മേടിക്കണം, വിതരണം ചെയ്യണം, സീഡികൾ മേടിക്കണം, നമ്മൾ വിതരണം ചെയ്യണം. ജനങ്ങൾക്കിടയിൽ ഈ ഒരു കണ്ണുകൊണ്ട് കറങ്ങി നടക്കണം. ഒരു 3 കണ്ണാടി തന്നിരിക്കുകയാണ്. ഷിയായിസം, ഖാദിയാനിസം, ഹദീസ് നിഷേധം, ഇതുമായി ബന്ധപ്പെട്ടവരെ കണ്ടാൽ നമുക്കതിന് കഴിവില്ല, നമ്മൾ ഇവരെ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ തുറന്നു പറയുകയാണ്, എനിക്ക് ഇത്തരം വിഷയങ്ങളുമായി പടച്ചവൻ കുറച്ചെന്തെങ്കിലും ബന്ധം നൽകിയിട്ടുണ്ടെങ്കിലും എനിക്കതിനുള്ള കഴിവില്ല. പെട്ടെന്ന് ദേഷ്യം വരും. വലിയ സൗമ്യനായിട്ട് എല്ലാവർക്കും കഴിയുന്നെങ്കിലും ഈ ഖാദിയാനികളെ കണ്ടാൽ എനിക്ക് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരും, നിയന്ത്രണം കിട്ടില്ല. ഒരിക്കൽ നമ്മുടെ മദ്രസയിൽ ഒരാൾ കയറി വരികയുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരാണ്, അറിയണം നമ്മൾ. 10% സമ്പത്ത് നബിതങ്ങളുടെ വേരറക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലേ ഖാദിയാനിയത്തിൽ അവരെ ഉൾപ്പെടുത്തുകയുള്ളൂ, അഹമ്മദിയാക്കളെ അവരെ പെടുത്തുകയുള്ളൂ. എൻ്റെ അടുത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. പക്ഷെ അന്ന് സ്വയം നിയന്ത്രിച്ചിട്ട് പറഞ്ഞു, ഒരു കൂട്ടുകാരൻ, ഒരു ഉസ്താദുണ്ട്, അദ്ദേഹത്തിന് അടുത്തോട്ട് പോകുകയും സുലൈമാൻ ഉസ്താദ് ലോഹറിന് ഉറങ്ങാൻ പോകുന്ന സമയമാണ്. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് ഇരുത്തി വളരെ നല്ല നിലയിൽ സംസാരിക്കുകയുണ്ടായി. നമ്മൾ എത്തിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ കഴിവില്ല, കഴിവുള്ള ആളുകളെ നമ്മൾ ഏൽപ്പിക്കും. സഹോദരങ്ങളെ, അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിന്റെ വലിയ സേവകൻ, ലഅനത്തുള്ളാഹി അലൈഹി എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ്. പഞ്ചാബിലാണ് ഖാദിയാനി ജനിക്കുന്നത്. അതിന്റെ അടുത്ത വ്യക്തിയാണ് ഇഖ്ബാൽ. ധാരാളം ഇഖ്ബാലിനെ പോലെയുള്ള ആളുകൾ, അഹമ്മദ് അലി ലാഹോരി, അവരെല്ലാവരും ഇതിൽ പെട്ടുപോവുകയുണ്ടായി. ഒരു സാധാരണക്കാരൻ അല്ലാമ അൻവർ ഷാ കശ്മീരിയോട് പറഞ്ഞു, കാശ്മീരിലോട്ട് പോയിട്ട് വരുന്ന വഴിക്ക് നിങ്ങൾ ഒന്നിറങ്ങി ഇഖ്ബാലുമായി സംസാരിച്ചാൽ കൊള്ളാം. ഒരു വാചകമേ പറഞ്ഞുള്ളൂ. അല്ലാമ കശ്മീരി ഇറങ്ങി ഇഖ്ബാലിലൂടെ വലിയ സേവനം നടന്നു. ഖാദിയാനിയത്തിന്റെ വേരറക്കുന്നതിൽ പണ്ഡിതന്മാരെക്കാളും വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് മഹാനായ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി. മൗലാന അബുൽ ഹസൻ നബി പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇൽമിയായ ഭാഷ മനസ്സിലാകാത്ത മേഖലകളിൽ ഇഖ്ബാൽ കടന്നു എന്ന് ശക്തമായി പോരാടി. അറിയാമോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചോദിച്ചു, എന്തിനാ ഈ ഖാദിയാനികൾക്കെതിരെ മുസ്ലിമീങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത്? പടച്ചവൻ നമുക്കൊരു ഇന്ത്യൻ പ്രവാചകർ നൽകിയിരിക്കുകയല്ലേ, അതുകൊണ്ട് നമ്മളെന്തിനാ ബഹളമുണ്ടാക്കുന്നത്? ആ അറേബ്യൻ പ്രവാചകന് വിടിൻ, ഇതിനെ സ്വീകരിച്ചൂടെ? സ്റ്റേറ്റ്മാനിൽ അദ്ദേഹം ലേഖനം എഴുതി. ഇഖ്ബാൽ നാണയത്തിന് മറുപടി കൊടുത്തു. നെഹ്റുവിന് വിവരമില്ലെങ്കിൽ പോയി പഠിക്കാൻ നോക്കി, നമ്മൾ വല്ലതും പറഞ്ഞ ബഹളം ഉണ്ടാക്കും. ഇഖ്ബാൽ മറുപടി കൊടുത്തു, നെഹ്റുവിന് വിവരമില്ലെങ്കിൽ പോയി പഠിക്കാൻ നോക്കി. ഇസ്ലാം നിലനിൽക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന നൂൽക്കെട്ടിലാണ്. അതില്ല, ഇസ്ലാമില്ല. അത് ഭയങ്കര ശൈലിയിൽ അദ്ദേഹം ശക്തമായി പോരാടി. അതുകൊണ്ട് അതിന് കാരണം ഒരു സാധാരണ പാവപ്പെട്ട മനുഷ്യനാണ്. ഈ രീതിയിൽ സഹോദരങ്ങളെ നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കും. ഇതാണ് സംഹാരാത്മക പരിശ്രമം. 2,
നിർമ്മാണാത്മക പരിശ്രമം ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമുള്ളതാണ് നിർമ്മാണാത്മക പരിശ്രമം. ഞാൻ എഴുതിയ സ്പീഡിൽ വായിക്കുക. ഒന്ന്, ഉലമാക്കൾ സഹാബാക്കളുടെ മഹത്വങ്ങൾ സമർത്ഥിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രവാചകത്വം സമർത്ഥിക്കും. ഹദീസിന്റെ പ്രാമാണികത വൈജ്ഞാനികമായി സമർത്ഥിക്കും. ഈ പറഞ്ഞ മുഴുവൻ ശീർഷകങ്ങൾ തിരിച്ചിടും. ഷിയായിസം, ഷിയാമതം, ഇസ്ലാമിക വിരുദ്ധം തിരിച്ചങ്ങോട്ടിടും. സഹാബാക്കളുടെ മഹത്വം, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകത്വം, അതുപോലെ തന്നെ ഹദീസിന്റെ പ്രാമാണികത ഇത് സമർത്ഥിക്കും. പൊതുജനങ്ങൾ ഇത് ശ്രദ്ധിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിഷയമാണ്, ശ്രദ്ധിക്കും എന്നല്ല, പലപ്പോഴും നിങ്ങൾക്ക് ഇതിൽ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു സഹോദരന്റെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി. സാധാരണക്കാരൻ. ആ പ്രഭാഷണത്തിന് മുമ്പിൽ ഞാനിരുന്ന് എനിക്ക് കണ്ണുനീർ വാർത്തു. വളരെ നല്ല സംസാരം. അദ്ദേഹം പറഞ്ഞു, സഹാബാക്കളുടെ മഹത്വം. വലിയ അധികാരിയായിരുന്നിട്ടും അവരുടെ പാവപ്പെട്ട ജീവിതം അവരുടെ മഹത്വത്തിന്റെ അടയാളമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ 1-2 സംഭവങ്ങൾ പറഞ്ഞു. ഭാര്യയ്ക്ക് നല്ല പലഹാരം വേണമെന്ന ആഗ്രഹം, അതിനുവേണ്ടി പൈസ മാറ്റിവെച്ചു. അവസാനം ആ പൈസയും കൂടി കൂട്ടിക്കെട്ടി ബൈത്തുൽ മാലിലേക്ക് വിടൽ. സഹോദരങ്ങളെ, ഷിയായിസത്തിന് വേരറുക്കാൻ പറ്റും. ഈ സഹാബാക്കൾ അവര് നേതൃത്വത്തിന് വേണ്ടിയും സ്ഥാനമാനത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും പോരാടുമോ? അതുപോലെ സഹാബാക്കളുടെയും അഹ്ലു ബൈത്തിന്റെയും ഇടയിലുള്ള ബന്ധം, വൈവാഹിക ബന്ധം, പേരുകൾ പരസ്പരം ഉപയോഗിക്കൽ, ഈ രീതിയിൽ അവരുടെ ബന്ധങ്ങളെ നമ്മൾ വിവരിക്കുക. അല്ലാഹു തആല എഴുതാൻ കഴിവ് നൽകിയവർ നല്ല നിലയിൽ ഈ വിഷയത്തെപ്പറ്റി എഴുതി പ്രഭാഷണത്തിന് തൗഫീഖ് നൽകിയ പ്രഭാഷകന്മാരെ ഈ വിഷയത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യും. സമ്പന്നരായ സഹോദരങ്ങളെ, ഈ വിഷയത്തിന് വേണ്ടി നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കും. വളരെ സങ്കടത്തോടൊരു കാര്യം പറയുകയാണ്. നേരത്തെ പറഞ്ഞ സംഘടനാ പ്രശ്നങ്ങളുടെ പേരിൽ ഒരാൾ പള്ളി പണിതാൽ തൊട്ടു മുമ്പിൽ തന്നെ പള്ളി പണിയും. വളരെ തെറ്റായ കാര്യം. എന്നാൽ നിർബന്ധമായ കാര്യമുണ്ട്. ഖാദിയാനികൾ എവിടെയെങ്കിലും അവരുടെ ആലയങ്ങൾ പണിതാൽ എത്ര പൈസ കൊടുത്തും അതിന്റെ അടുത്ത് ഒരു മുസ്ലിം പള്ളി പണികൾ നിർബന്ധമാണ്. അറിയാമോ? കൊല്ലത്ത് ധാരാളം മുസ്ലിമീങ്ങളുടെ ജുമഅ നമസ്കാരം ഖാദിയാനികളുടെ പിന്നിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അവരുടെ ആലയം പൊന്തി വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് പരിപാടി നടക്കുകയാണ്. മാവള്ളി മുസ്ലിം ജമാഅത്ത്, ചിന്നക്കട മുസ്ലിം ജമാഅത്ത്, കൂട്ടത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നബിദിനാഘോഷം, 100 കണക്കിന് മുസ്ലിമീങ്ങൾ വന്ന് പങ്കെടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സമ്പന്നരായ സഹോദര, ഇതിനുവേണ്ടിയാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടത്. എത്ര ബുദ്ധിമുട്ടിയും ഈ സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥലം മേടിക്കണം, ഒരു മസ്ജിദ് നിർമ്മിക്കും, പറ്റുന്നില്ല മദ്രസ നിർമ്മിക്കും, പറ്റുന്നില്ല ഇസ്ലാമിക് സെന്റർ നിർമ്മിക്കും. ഇൻഷാ അല്ലാഹ് ആളുകൾ വഴിപഴക്കാതിരിക്കും. ഇതാണ് സഹോദരങ്ങളെ മുസ്ബത്തായ നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിർമ്മാണാത്മക പരിശ്രമം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പരിശ്രമം, ഒരു വെടിയിൽ പല നാശങ്ങൾ ഒതുക്കലാണ് മൂന്നാമത്തെ പരിശ്രമം. ഞാൻ അങ്ങേയറ്റം ആശംസ അറിയിക്കുന്നു. ഈ പരിപാടിക്ക് ഈ സഹോദരങ്ങൾ വെച്ച ഹെഡിങ് ഇസ്ലാം വഹിയാണ് ആധാരം. ഒരു ഭയങ്കര വാക്കാണ്. അള്ളാഹു അത് കണ്ടെത്തിയവർക്ക് കൂടുതൽ ഇൽമും അതുപോലെ ഖൗഫും മുഴുവൻ തൗഫീഖും അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുഴുവൻ ഈ ഒരൊറ്റ ഹെഡിങ് മതി. ഇസ്ലാം വഹിയാണ് ആധാരം. ഇതിപ്പോ വാക്ക് മാറ്റി പറയാം. ഇസ്ലാം നുബൂവത്താണ് അടിസ്ഥാനം. ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹിയാണ് എല്ലാം. ഇതിൽ സഹോദരങ്ങളെ, ഇതിലൂടെ ഒരു ഭാഗത്ത് സഹാബത്തിന്റെ മഹത്വം സമർത്ഥിക്കാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകത്വം സമർത്ഥിക്കാൻ പറ്റും, ഹദീസിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇതൊരു വല്ലാത്ത മൂന്നാമത്തെ ആയുധമാണ്. പടച്ചവൻ ബുദ്ധിയും സാമർഥ്യമുള്ളവർക്ക് ഈ മേഖലയിലേക്ക് വരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. ഇന്ത്യ രാജ്യം ഒരു സങ്കീർണതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡിനുള്ള പരിശ്രമം നടക്കുന്നു. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരു നിയമത്തിന് ഉള്ളിൽ കൊണ്ടുവരലെന്നുമല്ല. അതുകൊണ്ട് തന്നെ പല സഹോദരങ്ങൾ പറയുന്നു ഏക സിവിൽ കോഡ് നടക്കത്തൊന്നുമില്ല, ഈ രാജ്യത്ത് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഏക സിവിൽ കോഡ് എന്നറിയാമോ? ഈ രാജ്യത്തെ മുഴുവനും, പ്രത്യേകിച്ചും ഇസ്ലാം മുക്ത രാജ്യമാക്കി ഈ രാജ്യത്തെ മുഴുവനും ബ്രാഹ്മണ മതത്തിൽ മുക്കുക. ഇതാണ് ഏക സിവിൽ കോഡിന്റെ ആത്യന്തിക ലക്ഷ്യം.
നമ്മൾ പഠിച്ചില്ലെങ്കിലും ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യത്യാസമേ ഉള്ളൂ, ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബറിലൂടെയാണ് ആ ഏക സിവിൽ കോഡ് നടപ്പിലാക്കപ്പെട്ടത്. ജലാലുദ്ദീൻ അക്ബർ ചക്രവർത്തി ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവന്നു. അന്നത്തെ കാര്യങ്ങൾ ഇന്നും കൂടെ നമ്മൾ വായിക്കും. സഹോദരങ്ങൾ, ഈ ഒരു ചിന്തയുടെ പേരിൽ അൽബലാഗ മാസികയിൽ അതുമായി ബന്ധപ്പെട്ട പരമ്പര ആരംഭിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു മാസിക ആയതുകൊണ്ടല്ല, ഏറ്റവും ഒരു ആവശ്യമായതുകൊണ്ട് പറയുന്നു. അൽബലാഗ മാസിക നാം എല്ലാവരും വരിക്കാരാകണം. ഒരു 5-10 മാസികകൾ കൂടുതൽ മേടിക്കണം, കുറഞ്ഞത് ഒരു വർഷത്തേക്ക്. അത് നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതിൽ ഇൻഷാ അല്ലാഹ് വരും. ഈ ലക്കത്തിൽ ആരംഭിച്ചു, അടുത്ത ലക്കത്തിൽ വരും. അന്ന് അക്ബർ നടപ്പിലാക്കിയ ഏക സിവിൽ കോഡ് എണ്ണി പറയുന്നു: പശുവിനെ ആദരിക്കണം, സൂര്യ നമസ്കാരം നിർവഹിക്കണം, നമസ്കാരം ഇവിടെ എവിടെയും പാടില്ല, മുഹമ്മദ് എന്ന നാമം വെറുക്കപ്പെടുന്നു, ഹദീസിനെയും ഖുർആാനിനെയും പറ്റി പരിഹാസമുയർത്തപ്പെടുന്നു. സഹോദരങ്ങളെ, ഏക സിവിൽ കോഡ് ഇവർ നടപ്പിലാക്കിയ ഏക സിവിൽ കോഡാണ്. അള്ളാഹു തആല അതിനെ പരാജയപ്പെടുത്തി ഇന്നും പരാജയപ്പെടുത്തുമാറാകട്ടെ. ഒരു കീറപ്പായയിൽ ഇരുന്ന ഒരു വ്യക്തിയിലൂടെ, ഷേഖ് അഹമ്മദ് സർഹിന്ദി എന്ന് പറയുന്ന ഒരു ആലിമിലൂടെ, അദ്ദേഹത്തിന് മുജദ്ദിദ് അൽ ഫതാനി എന്നാണ് പറയുന്നത്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, മുജദ്ദിദീങ്ങൾ നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്, പക്ഷെ ഇദ്ദേഹത്തിന് 2-ാം സഹസ്രത്തിന് മുജദ്ദിദ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ ഉലമാക്കൾ ചുമ്മാറങ്ങ് അവർ ബലൂണാക്കി വിടുന്നതായിരിക്കും. എന്റെ സങ്കല്പം അതായത് അതിന് പേര് പറയുമായിരുന്നു. പക്ഷെ ഇന്ന് വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മുജദ്ദിദ് അൽ ഫതാനി എന്ന് തന്നെ പറയണം. 2-ാം സഹസ്രാബ്ദത്തിന്റെ പരിഷ്കർത്താവ്. എന്താ അദ്ദേഹം ചെയ്തത്? ഇതുപോലൊരു ഹെഡിങ് എടുത്തിട്ട് കത്തെഴുത്ത് ആരംഭിച്ചു. വേറെ ഒന്നുമില്ല, കത്തെഴുത്ത്. ഇന്ന് അല്ലാഹു നമുക്ക് മൊബൈലിന്റെ സൗകര്യം തന്നിരിക്കുകയാണ്. മുഹമ്മദി നുബൂവത്തിന്റെ മഹത്വം അല്ലാമ നദവി പറയുന്നുണ്ട്. എന്താണ് മുജദ്ദിദിന്റെ കേന്ദ്ര ബിന്ദു? നുബൂവത്തെ മുഹമ്മദി പർ ഇഅ്തിമാദ്, ഉസ്കി അബദിയത്ത് പർ കാമിൽ യഖീൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബൂവത്തിന്റെ മഹത്വം അദ്ദേഹം സമർത്ഥിക്കാൻ ആരംഭിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ പറയപ്പെട്ട ഇന്നത്തെ 3 ഫിത്നകളടക്കം ബാക്കി ഫിത്നകളൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ വെടികൊണ്ട് എല്ലാത്തിനെ തകർക്കാൻ തുടങ്ങി. ഒന്ന്, ഇതിലൂടെ ബുദ്ധിക്ക് അപ്രമാദിത്വം നൽകിയ ഗ്രീക്ക് തത്വശാസ്ത്രത്തിനെ മൂടടച്ചു അദ്ദേഹം. ഇസ്ലാം എന്നാൽ ബുദ്ധിയൊന്നുമല്ല, ഇസ്ലാം എന്നാൽ നുബുവത്താണ്. അനാചാരങ്ങളുടെ വേര് പിഴുതെറിഞ്ഞു. ബിദ്അത്തുൽ ഹസനയെ പോലും ചോദ്യം ചെയ്തു. അനാചാരത്തിന് വേര് പിഴുതെറിഞ്ഞു. സഹാബത്തിനെ അത് അവരുടെ മഹത്വം സമർത്ഥിച്ചു. ഷിയായിസത്തെ തകർക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചോദ്യമാണ്, സഹാബാക്കൾ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ നബിതങ്ങൾ എവിടെയാണ് കൊള്ളാവുന്നത്? സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ കൊള്ളാമോ? തങ്ങളുടെ ആ യഥാർത്ഥ സന്തതികളായ സഹാബാക്കളും കൊള്ളാവുന്നവരാണ്. വ്യാജ സൂഫികളെ പരാജയപ്പെടുത്തി. അന്ന് സൂഫികളെ പിടിച്ചുണ്ടായിരുന്ന കളി അതേ ചാലിലൂടെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. സഹോദരങ്ങളെ, ചരിത്രം നമുക്കറിയില്ലെന്നേ ഉള്ളൂ. ഇവർ കൃത്യമായി സ്പെയിനിന്റെ ചരിത്രം, അക്ബറിന്റെ ചരിത്രം പഠിച്ചു. അതേ ചാലിലൂടെ കള്ള സൂഫികൾ അക്ബർ കൂട്ടിന് പിടിക്കുകയുണ്ടായി. കള്ള സൂഫികളെ കണക്കിന് ആക്ഷേപിച്ചു. മുജദ്ദിദിന്റെ വാക്കാണ്, സുന്നത്ത് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഉച്ച സമയത്ത് അല്പനേരം വിശ്രമിക്കൽ, രാത്രി മുഴുവനും ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ദീനിലില്ലാത്ത ആരാധനകൾ നടത്തുന്നതിനേക്കാളും പുണ്യമാണ്. ഈ രീതിയിൽ സഹോദരങ്ങളെ, ഒരു വെടിയിൽ പല ശക്തികളെ വീഴ്ത്തുകയുണ്ടായി. എന്ത് നടന്നു? അക്ബർ മരിച്ചു. ഒരു കൂട്ടം ആലിമീങ്ങൾ പറയുന്ന അവസാനം അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായി. എന്താ നമുക്കറിയില്ല. ജഹാംഗീർ വന്നു. ജഹാംഗീർ ആടിക്കളിച്ചു അക്ബറിന്റെ വിഷയത്തിൽ. ഷാജഹാൻ വന്നു. ഷാജഹാൻ നന്നായിട്ട് ദീനിലേക്ക് മാറി. വലിയ മഹാനൊന്നുമായില്ല. ഷാജഹാന് ശേഷം മഹാനായ മുഹിയുദ്ദീൻ ഔറംഗസീബ് ആലംഗീർ അദ്ദേഹം അക്ബറിന്റെ പീഠത്തിൽ വരികയുണ്ടായി. അക്ബർ നിന്ദ്യമായ ഏക സിവിൽ കോഡ് നടപ്പാക്കിയെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ ശരിയായ ക്രോഡീകരണം ഈ രാജ്യത്ത് ആദ്യമായി നടത്തിയത് മുഹിയുദ്ദീൻ ഔറംഗസീബ് ആലംഗീറാണ്. ഇഖ്ബാൽ പറയുന്നു, സുൽത്താനുൽ ഉലമയെന്നും ഖമറുൽ ഉലമയെന്നും ആളുകൾക്ക് പേരിടൽ ഒരു സുഖമാണെങ്കിലും മുഹിയുദ്ദീൻ എന്ന പേര് എനിക്ക് 2 പേർക്ക് കൊടുക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നുള്ളൂ. ഒന്ന് സയ്യിദ്ന അബ്ദുൽ ഖാദിർ ജീലാനി, 2 മഹാനായ മുഹിയുദ്ദീൻ ഔറംഗസീബ് ആലംഗീർ റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വലിയൊരു പരിശ്രമമാണ്. ഞാൻ ആശംസിക്കുന്നു. ഇത് മുമ്പിൽ വെക്കുന്നു. വഹ്യ്, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം.
നുബൂവത്ത്, ഇതാണ് ദീനിന്റെ അടിസ്ഥാനം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ഇസ്ലാമിന്റെ കാതൽ. അള്ളാഹുവിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് നമ്മൾ അൽബലാഗ് വായിക്കണം. നിങ്ങൾ എല്ലാവരും വായിക്കുന്നത് പോരാ, എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു വർഷത്തേക്കെങ്കിലും ഒരു 10 കോപ്പി വീതം മേടിച്ച് മുഴുവൻ സംഘടനകൾക്കും എത്തിച്ചു കൊടുക്കുക, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മുടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അവർ വായിക്കട്ടെ. സഹോദരങ്ങൾ, ഈ കാര്യം ചെയ്താൽ ഞാൻ വാക്ക് അവസാനിപ്പിക്കുക, എന്ത് കിട്ടും? ഒന്ന്, നബിതങ്ങളെ കിട്ടും. അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാമ കശ്മീരിയുടെ വാക്കാണ്, എൻ്റെ ജീവിതം മുഴുവനും വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം ചെലവഴിക്കപ്പെട്ടു. ഖത്മുൻ നുബുവത്തിന് വേണ്ടി ഞാൻ പോരാടുന്നത് നബിതങ്ങളുടെ ശഫാഅത്തിന് വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് നബിതങ്ങളുടെ ശഫാഅത്ത് നൽകും. ഇതൊരു സംഘടനയ്ക്കും വേണ്ടിയല്ല. അദ്ദിഫാഉ അനിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ദിഫാഉ അനി സഹാബ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് നബിതങ്ങൾ കിട്ടാൻ നമ്മൾ രക്ഷപ്പെടും. 2, ആര് നന്നായില്ലെങ്കിലും നമ്മുടെ കുടുംബം നന്നാകും. അല്ലാമ കശ്മീരിയുടെ വാക്കാണ്, ആര് ഖത്മുൻ നുബുവത്തിന്റെ പ്രവർത്തനം നടത്തുമോ അവന്റെ പരമ്പരയിൽ ഇൻഷാ അല്ലാഹ് ബാത്തിലിന്റെ ആളുകൾ ഉണ്ടാവുകയില്ല. നമ്മുടെ കുടുംബം രക്ഷപ്പെടും. 3, ഉമ്മത്ത് ഐക്യപ്പെടും. എനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്. ഏതാനും ദിവസം വലിയ വിഷമത്തിലാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ വാട്സപ്പുകളിലും മറ്റും അനാവശ്യമായ ചർച്ചകൾ നടക്കുന്നു. ഒന്നാകാനുള്ള കാര്യം സുന്നിയും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും സമസ്തയും ദക്ഷിണയും സംസ്ഥാനയും എല്ലാവർക്കും യോജിക്കാനുള്ള ഒരു വിഷയമല്ല മുഹമ്മദ് റസൂലുള്ളാഹ്. സമുദായം ഐക്യപ്പെടും. 4, നല്ല നല്ല മുത്തുകൾ മുമ്പോട്ട് വരും. നമ്മൾ ഖബറിൽ പോയി കിടക്കും, നല്ല നല്ല ആളുകൾ വരും. വിളക്കുകളിൽ നിന്നും വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ഇത് ഫിത്നയുടെ കാലഘട്ടമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഈ പരിശ്രമത്തിൽ പങ്കാളികളായാൽ ഇത്തരം മഹത്തുക്കളുടെ പരിശ്രമത്തിന്റെ ഫലമായി ലോകാവസാനത്തിന് മുമ്പ് വളരെ മനോഹരമായൊരു പ്രഭാതം ഉദയം ചെയ്യും. നമ്മളൊന്ന് ചിന്തിക്കണം. ലോകം മോശമായി അങ്ങനെ നശിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ നബിതങ്ങൾ അരുളി, ലോകം വല്ലാതെ മോശമായതിനു ശേഷം ഈ ലോകം മുഴുവനും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദീനിന്റെയും നന്മയുടെയും അന്തരീക്ഷത്തിൽ ഈ ലോകം മുഴുവനും നിറയുന്നതാണ്. ഉലമാക്കൾ അതിന് കാരണം പറയുന്നുണ്ട്. നമ്മളെ പോലെയുള്ള പീറകരുടെ പരിശ്രമത്തെ അള്ളാഹു കബൂലാക്കിയെന്ന് കാണിക്കാനാണ് ലോകാവസാനം പടച്ചവൻ പരിവർത്തനം ഉണ്ടാക്കുന്നത്. അള്ളാഹു നമുക്ക് മുമ്പിൽ തന്നെ അതിന് തെളിവുകൾ നൽകുമാറാകട്ടെ. പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പിൽ കണ്ടില്ല, ഹബീബായ നബിതങ്ങൾ പറയുന്നത് കണ്ടില്ലെങ്കിലും ഒരു ദിവസം വരും, മസ്ജിദെല്ലാം നിറഞ്ഞു കവിയും, മദ്രസയൊക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും സംസമുകൾ ഉയർന്നുകൊണ്ടിരിക്കും. വളരെ നല്ല അവസ്ഥ വരും. അള്ളാഹു ഖബറിൽ കിടക്ക് നമ്മളോട് പറയും, ഇയാളുടെ പരിശ്രമം കാരണം കൊല്ലം ഗുണം പിടിച്ചു കേട്ടോ, ഇയാളുടെ പരിശ്രമം കാരണമായിട്ട് കൂടിയാണ് തിരുവനന്തപുരം നന്നായിരിക്കുന്നത്, ഇയാളുടെ പരിശ്രമം കാരണമായിട്ട് കൂടിയാണ് മസ്ജിദ് നാട് നടന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും വലിയ പ്രതിഫലം കിട്ടും. അവസാനമായി പറയട്ടെ, അതിലേക്ക് നമ്മൾ കടക്കൂടിയാണ്. ഇന്ന് മുതൽ നമ്മുടെ ദുആയിൽ ഈ കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യും. അല്ലാഹുവേ, നീ സത്യത്തിന്റെ ശബ്ദത്തെ ഉയർത്തണം, അസത്യത്തെ നീ തകർക്കണം. തഹജ്ജുദ് സമയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്, അല്ലാഹുവേ, ജിബ്രീലിന്റെയും മീകായിലിന്റെയും റബ്ബേ, ഇബ്രാഹിം നബിമാരുടെയും റബ്ബായ അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചവനെ, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന നാഥ, അന്ത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. നമ്മൾ കാര്യമായി ദുആ ചെയ്യും, അല്ലാഹുവോട് ദുആ ചെയ്യും. അല്ലാഹു നാം എല്ലാവരെയും ഖൈറിലാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ നന്മയിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ വന്ന ഉദിപ്പുകൾ. ഇത് ശരിയായ കാര്യമാണെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ ഔദാര്യമാണ്. തെറ്റുകൾ വല്ലതുമുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും പിശാചിന്റെ ഭാഗത്തു നിന്നുമാണ്. പടച്ചവനാണ് സർവസ്തുതിയും. അവൻ്റെ അനുഗ്രഹം കാരണം നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ നായകൻ, വിശ്വത്തിൻ്റെ വസന്തം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേർ സലാത്ത് സലാമുകൾ. ആയത്തിൻ്റെ അർത്ഥം ഓതാൻ വിട്ടുപോയി.
ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന, നമ്മുടെ വചനങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നവർ, ലാ യഖ്ഫൂന അലൈന, അവന്മാരെയൊക്കെ നമുക്കറിയാം. അവസാനത്തെ ആയത്തും കൂടി ഞാൻ ഓതുകയാണ്. വഇന്നഹു ലകിതാബുൻ അസീസ്, ജലാലയുടെ അർത്ഥമാണ് ഇന്നഹു ലകിതാബുൻ മനീഅ്, ഇത് എവിടെയും പിടിച്ചു നിൽക്കുന്ന അതിശക്തമായ കാരിരുമ്പിനേക്കാളും ഉശിരുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഇസ്ലാം നിലനിൽക്കും, മുഹമ്മദ് റസൂലുള്ളാഹി നിലനിൽക്കും, നാം നിലനിൽക്കുമോ, നമ്മുടെ പരമ്പര നിലനിൽക്കുമോ? ഇതാണ് ചോദ്യം. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ.